ശക്തമായ നിലപാടുകളിലൂടെ ശ്രദ്ധ നേടാറുള്ള നടിയാണ് സായ് പല്ലവി. പരസ്യങ്ങളോട് മാത്രമല്ല ഹിറ്റായ പല സിനിമകളോടും താരം നോ പറഞ്ഞിട്ടുണ്ട്. പ്രേമം, അമരൻ, ശ്യാം സിംഗ് റോയ്, ഫിദ തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങളിലൂടെ താരം ശക്തമായ കഥാപാത്രങ്ങളെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കൂടുതൽ പണം സമ്പാദിക്കാൻ വേണ്ടിയോ പ്രശസ്തി നേടാനോ വേണ്ടി സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിന് പകരം നല്ല വേഷങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാൻ തുടങ്ങിയതോടെയാണ് ആരാധകർ സായ് പല്ലവിയെ കൂടുതലായി ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഒരു വേഷം തനിക്ക് അനുയോജ്യമല്ല എന്ന് തോന്നിയാൽ വലിയ ഓഫറുകളാണെങ്കിൽ പോലും അത് നിരസിക്കാനുള്ള ധൈര്യം സായ് പല്ലവി കാണിക്കാറുണ്ട്. പല സിനിമാ നിർമ്മാതാക്കൾ താരത്തോടൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും തിരഞ്ഞെടുക്കുന്ന കഥകളിൽ വളരെ ശ്രദ്ധാലുവായതിനാൽ ഇത് നടക്കാറില്ല. ഇക്കാരണത്താൽ പിന്നീട് വലിയ ഹിറ്റുകളായി മാറിയ നിരവധി സിനിമകളോടാണ് താരം നോ പറഞ്ഞത്. ദുൽഖർ സൽമാൻ നായകനായി എത്തിയ സിനിമയായിരുന്നു കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ. സിനിമയിൽ നായികയായി അഭിനയിക്കാൻ സായ് പല്ലവിയെ സമീപിച്ചിരുന്നു. എന്നാൽ കഥാപാത്രമായും തിരക്കഥയുമായും നന്നായി പൊരുത്തപ്പെടാൻ കഴിയാത്തതിനാൽ നടി ഓഫർ നിരസിക്കുകയായിരുന്നു. പിന്നീട് ഋതു വർമ്മ സിനിമയിൽ നായികയായി എത്തി. ദേശിംഗ് പെരിയസ്വാമി സംവിധാനം ചെയ്ത ചിത്രം വൻ ഹിറ്റായിരുന്നു. 2 താരങ്ങളെ കൂടാതെ രക്ഷൻ, നിരഞ്ജനി അഹദിയൻ, ഗൗതം വാസുദേവ് മേനോൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. തെലുങ്ക് സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു നായകനായി എത്തിയ സർക്കാരു വാരിപ്പാട്ട എന്ന സിനിമയിൽ നായികയായി ആദ്യം പരിഗണിച്ചത് സായ് പല്ലവിയായിരുന്നു. എന്നാൽ ഒടുവിൽ കീർത്തി സുരേഷിനെ നായികയാക്കി. അഭിനയത്തിനേക്കാൾ കൂടുതൽ നായികയുടെ ഗ്ലാമറസ് വശം പ്രകടിപ്പിക്കുന്നതിലാണ് ഈ ഒരു വേഷം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്നതായിരുന്നു സായ് പല്ലവി ആ ഓഫർ സ്വീകരിക്കാൻ തയ്യാറാകാത്തതിന് കാരണം. മഹേഷ് ബാബുവിനൊപ്പം ഒരു സിനിമ ചെയ്യുന്നത് വലിയൊരു അവസരമായിരുന്നുവെങ്കിലും ആ വേഷം കഥയ്ക്ക് സൗന്ദര്യം മാത്രമല്ല അർത്ഥവും നൽകണമെന്ന് താരം വിശ്വസിച്ചു. വിജയ ചിത്രമായ ലിയോയിൽ സായ് പല്ലവിയെ പരിഗണിച്ചിരുന്നു. കഥാപാത്രം ചെറുതും സ്ക്രീൻ സമയം വളരെ കുറവായതുകൊണ്ടും നടി അത് നിരസിക്കുകയായിരുന്നു. വിജയുടെ ഭാര്യയായി അഭിനയിച്ച തൃഷയുടെ കഥാപാത്രമാണോ അതോ മറ്റേതെങ്കിലും കഥാപാത്രമാണോ എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. വിജയ് ദേവരകൊണ്ട, രശ്മിക മന്ദാന എന്നിവർ ഒന്നിച്ച് അഭിനയിച്ച ഹിറ്റായ സിനിമയായിരുന്നു ഡിയർ കോംറേഡ്. രശ്മിക മന്ദാനയ്ക്ക് പകരം സായ് പല്ലവിയാണ് നായികയായി ആദ്യം പരിഗണിച്ചിരുന്നത്. എന്നാൽ കഥാപാത്രത്തിന് വേണ്ടി എഴുതിയ ചില ബോൾഡ് രംഗങ്ങളിൽ അഭിനയിക്കാൻ താരത്തിന് താല്പര്യം തോന്നാതിരുന്നതിനാൽ സിനിമ നിരസിക്കുകയായിരുന്നു. മണിരത്നം, രജനിയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് കാട്ടുവെളിയുടെ. കാർത്തി നായകനെ എത്തിയ സിനിമയിൽ അതിഥി റാവു ഹൈദരിയോടൊപ്പം പ്രവർത്തിക്കുന്നതിന് മുൻപ് സായ് പല്ലവിയെ നായികയാക്കാൻ മണിരത്നം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ മെഡിക്കൽ പഠനം പൂർത്തിയാക്കുന്നതിലും സങ്കീർണമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സുഖകരമായി തോന്നാത്തതിനാലും ആ ഓഫർ നടി നിരസിക്കുകയായിരുന്നു. അതേസമയം നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന രാമായണയാണ് നടിയുടേതായി വരാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രം. രൺബീർ കപൂർ ശ്രീരാമനായി വേഷമിടുന്ന ഈ സിനിമയിൽ സായ് പല്ലവി സീതയെ അവതരിപ്പിക്കും. ലാറ ദത്ത, അരുൺ ഗോവിൽ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഏക് ദിൻ എന്ന താൽക്കാലികമായി പേര് നൽകിയിരിക്കുന്ന അമീർ ഖാൻ നിർമ്മിച്ച സിനിമയിലും സായ് അഭിനയിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട്. ജുനീദ് ഖാനൊപ്പം സായ് പല്ലവിയാണ് ചിത്രത്തിൽ നായികയാകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ.